ഹലോ ഫ്രണ്ട്സ്, പ്രിൻഷ സ്റ്റഡി ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട്ടെത്തിയ വർഷം? ഉത്തരം ഓപ്ഷൻ ബി 1498. 1498 വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ഉത്തരം ഓപ്ഷൻ സി ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാറിൻ്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകം എന്നത് ബുക്ക് എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിൽ സ്വർഗമുണ്ടെങ്കിൽ ഇതാണ് ഇതാണ് ഇതാണ്. മുഗൾ ചക്രവർത്തി ഷാജഹാൻ്റെ ഈ വാക്കുകൾ ഏത് കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്? ഉത്തരം ഓപ്ഷൻ എ ദിവാൻ ഇ ഖാസ്, ഡൽഹി. ദിവാൻ ഇ ഖാസ് ഡൽഹിയിലെ കൊട്ടാരത്തിൻ്റെ ചുവരിലാണ് ഈ വാക്കുകൾ കൊത്തിവെച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി വിവേകാനന്ദൻ. വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി? ഉത്തരം ഓപ്ഷൻ ഡി ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിനെതിരെ ഡ്രെയിൻ സിദ്ധാന്തം അവതരിപ്പിച്ച ദേശീയവാദി. അടുത്ത ക്വസ്റ്റ്യൻ, ബാസ്റ്റലിൻ്റെ പതനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ഫ്രഞ്ച് വിപ്ലവം. ബാസ്റ്റലിൻ്റെ പതനം ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1953 സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി ഫസൽ അലി. ഫസൽ അലിയാണ് 1953 സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഡാഷ് എന്നും അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ വിജയ്. 1999 കാർഗിൽ യുദ്ധം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഓപ്പറേഷൻ വിജയ് എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മൺസൂൺ മഴയെക്കുറിച്ചുള്ള താഴെയുള്ള പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന ചോദ്യങ്ങൾ വരുമ്പോൾ നന്നായിട്ട് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം ഉത്തരം കണ്ടെത്താൻ. അപ്പോൾ അതിൽ ഒന്നാമത്തെ, ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്നാണ് കേരളത്തിൻ്റെ പേര്. 2, പാലക്കാട് വിടവ് മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. 3, തുലാവർഷം കേരളത്തിലെ പ്രധാന മഴക്കാലമാണ്. ഇനിയാണ് ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി, 1ഉം 2ഉം മാത്രം. ഇന്ത്യയിലെ മൺസൂണിൻ്റെ കവാടം എന്നാണ് കേരളത്തിൻ്റെ പേര്. പാലക്കാട് വിടവ് മഴയുടെ സ്പെഷ്യൽ പാറ്റേൺ വിതരണത്തെ സ്വാധീനിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. 1 താമരശ്ശേരി ചുരം, 2 അച്ചൻകോവിൽ ചുരം, 3 കമ്പം ചുരം, 4 ആറമ്പാടി ചുരം. വടക്ക് നിന്ന് തെക്ക് വരെയുള്ള
അവയുടെ സ്ഥാനത്തിൻ്റെ ശരിയായ ക്രമം ഇനി പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ ഓപ്ഷൻ നോക്കുക, എന്നിട്ട് നമ്മൾ ഉത്തരം കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ വരുന്നത് ഉത്തരം ബി ആണ്. 1, 3, 2, 4. താമരശ്ശേരി ചുരം, കമ്പം ചുരം, അച്ചൻകോവിൽ ചുരം, ആറമ്പാടി ചുരം. അടുത്ത ക്വസ്റ്റ്യൻ, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളുടെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കരയിലും സമുദ്രത്തിലും ഉത്ഭവിക്കുന്നു. ഇതാണ് ഇതിൽ ശരിയല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് ഉയർന്ന താപനിലയും കനത്ത മഴയും ഒന്നിടവിട്ട നനവുള്ളതും വരണ്ടതുമായ കാലങ്ങളുള്ള ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന മണ്ണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് മേഖലയാണ് ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ആഫ്രിക്കൻ സവന്ന. അടുത്ത ക്വസ്റ്റ്യൻ, 2022-23 ബജറ്റിൽ റോഡുകൾ, റെയിൽവേ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ബഹുജന ഗതാഗതം, ജലപാതകൾ, ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിങ്ങനെ 7 എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, PM ഗതിശക്തി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ചോസർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ചീരാമകവി. ചീരാമകവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2022 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ ഡി, ചൈന. 2022 വിൻ്റർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് ചൈന. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പ്രത്യേക കായിക ഇനത്തിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, യാച്ച് റേസിംഗ്. യാച്ച് റേസിംഗിനാണ് അമേരിക്കൻ കപ്പ് നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കബഡി. ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗെയിമാണ് കബഡി. അടുത്ത ക്വസ്റ്റ്യൻ, ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി, ആലപ്പുഴ. ചെട്ടിക്കുളങ്ങര ഭരണി ആലപ്പുഴ ജില്ലയിലെ ഒരു ഭഗവതി ക്ഷേത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ ബി, ഭാർഗവൻ പിള്ള. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാനാണ് ഭാർഗവൻ പിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ്? ഉത്തരം ഓപ്ഷൻ ബി, ലോസ് ആഞ്ചൽസ്. ലോസ് ആഞ്ചൽസിലാണ് PT ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ടാറ്റ IPL 2023 ഔദ്യോഗിക പങ്കാളിയായി താഴെ പറയുന്നവയിൽ ഏതാണ് ഹെർബലൈഫിനെ പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, BCCI. അടുത്ത ക്വസ്റ്റ്യൻ, ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് നഗരത്തിൽ പങ്കെടുക്കും? ഉത്തരം ഓപ്ഷൻ എ, ഭോപ്പാൽ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് തെറ്റ്? ഒന്നാമത്തെ, സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ്ബ് ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. 2, ഹബ്ബ് ബ്രോഡ്കാസ്റ്റ് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ്. 3,
റൂട്ടർ നെറ്റ്വർക്ക് ലെയറിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഉത്തരം ഓപ്ഷൻ എ 1 മാത്രം. തെറ്റേതാണെന്ന് ചോദിച്ച്, അപ്പോൾ തെറ്റേതാണ് 1. സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ്ബ് ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. ഇതാണ് ഇതിൽ തെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഒന്നാമത്തെ, ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. 2, പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. 3, ജോയ്സ്റ്റിക്ക് ഒരു ഇൻപുട്ട് ഉപകരണമല്ല. 42, ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. ഇതിൽ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ താഴെ തന്ന പ്രസ്താവനയിൽ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ച് 1ഉം 2ഉമാണ് ശരി.